Good morning, students. Two-way slabs in the design ആണ് നമ്മളുടെ ടോപ്പിക്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് എൻഡ് കണ്ടീഷൻസും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ എങ്ങനെ ഒരു ടു-വേ സ്ലാബ്സ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി വാച്ച് ചെയ്തിട്ട് വേണം, ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് വേണം ഇത് കാണാൻ. മാത്രമല്ല ആ ഡിഫറെൻ്റ് എൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന പോർഷൻസ് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. എഡ്ജ് കണ്ടീഷൻസ് അത് എക്സാമിന് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഡിസൈൻ പ്രോബ്ലത്തിലൂടെ എങ്ങനെയാണ് ടു-വേ സ്ലാബ്സ് ഡിസൈൻ ചെയ്യാമെന്ന് പഠിക്കാം. മാത്രമല്ല റീസ്ട്രെയിൻഡ് കണ്ടീഷൻ, അൺറീസ്ട്രെയിൻഡ് കണ്ടീഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നു മാത്രം. ബെൻഡിങ് മൊമെന്റ്സിന്റെ കേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. ഐസ് 456 2000 പേജ് 1991 ആണ് ടു-വേ സ്ലാബ്സിന്റെ ഡിസൈൻസിന്റെ സ്റ്റെപ്പുകളെല്ലാം ഉള്ളത്. ആ 2 പേജ് തറയാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഫോർ അൺറിസ്ട്രെയിൻഡ് സ്ലാബ്സ് ഇക്വേഷൻ സെയിം തന്നെയാണ്. നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുന്ന കോഎഫിഷ്യന്റ് മാത്രം വ്യത്യാസം. അതായത് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് ആണെങ്കിൽ ടേബിൾ 27 ആണ്. ഇനി അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് റീസ്ട്രെയിൻഡ് സ്ലാബ്സുകളാണെങ്കിൽ സെയിം ഇക്വേഷൻ mx ആൽഫ എക്സ് WLX സ്ക്വയർ my ആൽഫ വൈ WLX സ്ക്വയർ. അതിൽ ആൽഫ എക്സും ആൽഫ വൈ എടുക്കുന്ന ടേബിൾ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ടേബിൾ 26ന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ എൻഡ് കണ്ടീഷൻസ് വാല്യൂ പിക്ക് ചെയ്യുക. ആ എൻഡ് കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡ് കണ്ടീഷൻസ്, അതായത് 4 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, 1 എഡ്ജ് കണ്ടിന്യൂസ്, 3 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രോബ്ലം: ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഫോർ എ റൂം ഓഫ് ക്ലിയർ ഡയമെൻഷൻ 4 മീറ്റർ ബൈ 5 മീറ്റർ. നമ്മുടെ റൂമിന്റെ ക്ലിയർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ ബൈ 5 മീറ്റർ ആണ്. സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ വാൾസ് ഓഫ് വിഡ്ത്ത് 300 mm. 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ പാനലേ ഉള്ളൂ. 300 mm വിഡ്ത്തുള്ള ഒറ്റ സ്ലാബ്. സ്ലാബ് ഈസ് ക്യാരിങ് എ ലൈവ് ലോഡ് ഓഫ് 4 kN per meter square and floor finish of 1 kN per meter square. യൂസ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe400 സ്റ്റീൽ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോർണേഴ്സ് ഓഫ് സ്ലാബ്സ് ആർ ഹെൽഡ് ഡൗൺ. അതായത് എന്താണ്? റീസ്ട്രെയിൻഡ് സ്ലാബ് ആണ്. കോർണേഴ്സ് ഓഫ് സ്ലാബ് ആർ ഹെൽഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആണ്. അവിടെ റീസ്ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ചില കേസുകൾ മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? എബോവ് എന്തുണ്ട്? വാൾ ഉണ്ടെന്ന് പറയും. ഈ കേസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതാണ് നമ്മുടെ ഡാറ്റകൾ.
ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലാബാണ്. 2 വേ സ്ലാബ് ഏറ്റവും സിമ്പിൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലാബുകളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ഡിസൈന് കുറച്ചുകൂടി tedious ആവും. കുറച്ചുകൂടി സ്റ്റെപ്സിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു സിംഗിൾ പാനൽ മാത്രമേ എക്സാമിൽ വരുള്ളൂ. മാത്രമല്ല ഇനി പ്രാക്ടിക്കൽ പർപ്പസ് ആണെങ്കിലും കൂടി വലിയ പാനലുകളുള്ള ഒരുപാട് പാനലുകളുള്ള ഒരു സ്ലാബ്, അതായത് ഒരുപാട് ബീം ആൻഡ് കോളംസ് ഉണ്ട്, അതിന് ഒരുപാട് സ്ലാബ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ മാനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി റിസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ സ്റ്റാഡിൽ ഡിസൈൻ വരുന്നുണ്ട്. ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഗിവൺ ദാറ്റ് Lx ഈക്വൽ ടു 4 മീറ്റർ Ly ഈക്വൽ ടു 5 മീറ്റർ, എപ്പോഴും Lx എടുക്കുമ്പോൾ ഷോർട്ടർ ഡയമെൻഷൻ എടുക്കുക, അല്ലാതെ എക്സ് ആൻഡ് വൈ എന്നുള്ളതിന് അതിന് കോർഡിനേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ലൈവ് ലോഡ് 4 kN/m² തന്നിട്ടുണ്ട്. ഫിനിഷസ് ഇവിടെ തന്നിട്ടുണ്ട് 1 kN/m². ഓക്കെ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് M20 ആൻഡ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഈസ് Fe415. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ചെക്ക് ഫോർ 1 വേ ഓർ 2 വേ. ഇവിടെ Ly/Lx എന്ന് പറയുന്നത് 5/4 is equal to 1.25. It is less than 2 and the slab is 2-way slab. Okay. ഇനി ഡെപ്ത്, നമ്മുടെ L/D റേഷ്യോ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്. L/D റേഷ്യോ നമ്മൾ പറഞ്ഞു, ഒരു 1-way സ്ലാബ്സ് ഓർ ബീംസ് ആണെങ്കിൽ 7, 20, 26 കാൻഡിലീവർ, സിംപ്ലി സപ്പോർട്ടർ ആൻഡ് കണ്ടിന്യൂസ്. 2-way സ്ലാബ്സിന്റെ കേസ് ഒരു ചെറിയ ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ അപ് ടു 3.5 മീറ്റർ സ്പാനും ഉള്ള കേസുകളിൽ L/D റേഷ്യോയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അസംഷൻ ആണ് 20 to 28 ഇടയിൽ വാല്യൂകൾ അസ്യൂം ചെയ്യാം. 28 ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്തത്. ആക്ച്വലി IS കോഡ് അപ് ടു 3.5 മീറ്ററും മാത്രമേ വാല്യൂസ് തരുന്നുള്ളൂ. നമുക്ക് നമ്മളെ ചോയ്സ് ആണ്. പക്ഷെ നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ നോർമലി പല ടെക്സ്റ്റ് ബുക്കുകളും L/D 20 അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടർ ആയതുകൊണ്ട്, കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് ഇവിടെ L/D 20 എന്ന് അസ്യൂം ചെയ്ത് ചെയ്യാറുണ്ട്. എപ്പോഴും ചെയ്യുമ്പോൾ L/D കുറഞ്ഞ വാല്യൂ എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും സേഫർ സൈഡ്. കാരണം L/D കൂടിയ വാല്യൂ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെപ്ത് കുറവായി പോകും. കാരണം ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് കൂടുക. അപ്പം റിവിഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റെപ്പ് വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ L/D അധികം വാല്യൂ ഹയർ എടുക്കരുത്. 20 എടുത്താലും ഈ പ്രോബ്ലത്തിൽ പ്രശ്നമൊന്നുമില്ല. അസ്യൂം L/D നമ്മൾ എടുത്തിട്ടുള്ളത് 28 ആണ്. അപ്പോൾ 28 എടുക്കുമ്പോൾ ഡിയുടെ വാല്യൂ 142.85, നമ്മൾ അത് റൗണ്ട് ചെയ്യുന്നു 150 mm. സോ നമ്മുടെ ഇവിടെ നോമിനൽ കവർ, ക്ലിയർ കവർ 20 mm 10 mm ഡയാ ബാർസുമാണ് അസ്യൂം ചെയ്യുന്നത്. ക്ലിയർ കവർ സ്ലാബ്സിന്റെ കേസിൽ മിനിമം 20 mm എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില പുസ്തകങ്ങളിൽ നിങ്ങൾ 15 mm കണ്ടത് പഴയ പുസ്തകങ്ങളായിരിക്കും. ഇപ്പോൾ 20 mm മിനിമം ആണ്, 20 അല്ലെങ്കിൽ 25 ആണ് സ്ലാബിന്റെ ക്ലിയർ കവർ കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ 10 mm ഡയാ ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി സ്ലാബ് വിൽ ബി 175 mm. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ് സ്പാൻ ആസ് പെർ കോഡ് നിങ്ങൾക്ക് അറിയാം, L+D ഓർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് വിച്ച് എവർ ഈസ് ലെസ്. ഇവിടെ കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് ആണെങ്കിൽ കേസുകൾ വേറെയാണ്, നമ്മൾ അത് കണ്ടതാണ്. അപ്പോൾ L+D 2-way സ്ലാബ്സിന്റെ കേസ് നിങ്ങൾക്കറിയാം, സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ ആണ്, 2 ഡയറക്ഷനിലോട്ടും സ്പാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ 1-way സ്ലാബിന്റെ ഡിസൈൻ എന്താണോ പഠിച്ചത് അവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ സ്പാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ടർ സ്പാനിലാണ് നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ഡയറക്ഷനിലും ആക്ഷൻ ഉള്ളത് കൊണ്ട്, അതിന്റെ ഡിഫ്ലക്ഷൻ ആക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതോ അത് 2 ഡയറക്ഷനിലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഏരിയ ഓഫ് സ്റ്റീൽ ആണെങ്കിലും, എഫക്റ്റീവ് സ്പാൻ ആണെങ്കിലും, ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുകയാണെങ്കിലും, ഷിയർ ചെക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ 2 സ്പാനിലും, അതായത് ലോങ്ങർ ആൻഡ് ഷോർട്ടർ, ഇവിടെ ആക്ച്വലി
ലോങ്ങർ ആൻഡ് ഷോർട്ടർ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ടൂവിനേക്കാളും കുറഞ്ഞ അതിന്റെ റേഷ്യോ ടൂവിനേക്കാളും കുറഞ്ഞ ആയപ്പോഴാണല്ലോ 2 വേ സ്ലാബ്സ് ആയത്. അതുകൊണ്ട് തന്നെ രണ്ട് ഡയറക്ഷനിലും നമ്മൾ എല്ലാ വാല്യൂകളും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ സ്റ്റെപ്പുകൾ അധികമായി എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എൽ എഫക്റ്റീവ് അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് എൽ എഫക്റ്റീവ് അലോങ് വൈ ഡയറക്ഷൻ എന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ എൽ എക്സ് ഈക്വൽ ടു 4.15 മീറ്റർ എന്ന് കിട്ടി, എൽ വൈ ഈക്വൽ ടു 5.15 മീറ്റർ എന്ന് കിട്ടി. അതായത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 4.3 ആണ്. എൽ പ്ലസ് ഡി 4.15 ആണ്. ഇതിന്റെ ലെസർ വാല്യൂ ആണ് IS 456 പേജ് 34 പറയുന്നത്. ഇതിൽ രണ്ടിലും ലെസർ വാല്യൂ ആണ്. അപ്പോൾ LX effective span along the direction X along the shorter direction is 4.15 meter and effective span along longer direction is 5.15 meter. സ്ലൈഡിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ലോങ്ങർ ആണ്. ഈ വാല്യൂ ലോങ്ങർ ആണ്. അത് കോപ്പി ചെയ്തെടുത്ത മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ സ്ലാബിനെ ബീം ഓഫ് വിഡ്ത്ത് 1 മീറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തന്ന ലോഡുകൾ ഡെഡ് ലോഡ് ഈക്വൽ ടു സെൽഫ് വെയിറ്റ് പ്ലസ് ഫിനിഷസ്, അത് 25 into 0.175 into 1. 175 is the depth of our slab. ഇത്തരം സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കൺവേർഷൻ ആണ്. യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ 175 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 0.175 പകരം 175 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ്ലി റോങ് ആയി പോകും. അതുകൊണ്ട് ഒരു സ്റ്റെപ്പിലുള്ള എല്ലാ വാല്യൂസും ഒരേ യൂണിറ്റിലോട്ട് മാറ്റാൻ ശ്രമിക്കുക എന്നല്ല, അതങ്ങനെ തന്നെ ചെയ്യണം. 25 into 0.175, then we will get to 5.375 kilonewton per meter. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 4 kilonewton per meter square ആണെന്ന്. അത് നമ്മൾ ബീം ഓഫ് വിഡ്ത്ത് 1 മീറ്റർ ആയതുകൊണ്ട് 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് we will get 4 kilonewton per meter. So total load will be 9.375 meter. We add up 5.375 and 4. Then total factor load we got as 1.5 into 9.375 equal to 14.06 kilonewton per meter. UDL ആയിട്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ഇത്രയും ചെയ്ത സ്റ്റെപ്പുകളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ രണ്ട് ഡയറക്ഷനിലും കണ്ടു എന്ന് മാത്രം. ഷോർട്ടർ ആൻഡ് ലോങ്ങർ ഡയറക്ഷനിൽ സ്പാൻ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെല്ലാം കണ്ടു എന്ന് മാത്രം. ഇനിയാണ് ചേഞ്ചസ് വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. എന്തുകൊണ്ട് IS കോഡ് ഇത്തരം ഒരു ഇക്വേഷൻ ഡയറക്റ്റ് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2 വേ സ്ലാബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സിംപ്ലി സപ്പോർട്ടർ ബീം കാണുന്ന പോലെയല്ല അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനും ഷിയർ ഫോഴ്സിന്റെ ഒക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് TOS പഠിച്ച പോലെ ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം ചെയ്യുന്ന പോലെ നമുക്ക് ഡെറിവ് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഓരോ സപ്പോർട്ട് കണ്ടീഷൻ മാറുമ്പോഴും ഓരോ ലോഡിംഗ് കണ്ടീഷൻ മാറുമ്പോഴും എല്ലാം അതിന്റെ ഷിയർ ഫോഴ്സിന്റെ എല്ലാ ഇക്വേഷൻസും മാറിക്കൊണ്ടിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കും. കോഎഫിഷ്യന്റ് വരുന്ന കോഎഫിഷ്യൻസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഒരിക്കലും അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും TOS ഒന്നും പഠിക്കുന്നില്ല. സ്ലാബിന്റെ കേസിൽ നിങ്ങൾ സിംപ്ലി സപ്പോർട്ടർ ബീം കണ്ടിന്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുള്ളൂ. കാരണം കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ആണ് ഈ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കോഎഫിഷ്യൻസ് പ്രൊവൈഡ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് വാല്യൂ ടേബിൾ എന്ന് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കേസ് എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ സ്ലാബ് റീസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ ടേബിൾ 26 ആണ്, നമ്മൾ പേജ് 90 ആണ് റെഫർ ചെയ്യേണ്ടത്. നമുക്ക് ആകെ ഒരു പാനലേ ഉള്ളൂ. അതിന്റെ എന്ത് ചെയ്യുന്നില്ല, ഒറ്റ പാനലേ ഉള്ളൂ. 4/5 മീറ്റർ എന്ന് പറയുന്ന ഒറ്റ പാനലുള്ളൂ. അതിന്റെ 4 സൈഡിലോട്ടും ഒരു കണ്ടിന്യൂഷനും ഇല്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഓൺ ഓൾ 4 എഡ്ജസ് എന്ന് പറയുന്ന ലാസ്റ്റ് കേസ് ആണ് ഇതിൽ വരുന്നത്. ആ കേസിൽ വരുമ്പോൾ LY/LXന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈയുടെ വാല്യൂ നമുക്ക് എടുക്കണം. ഓക്കെ, ആൻഡ് വി ഹാവ് LY/LX എന്ന് പറയുന്നത് 1.24 ആണ്.
നമ്മുടെ LY/LX അതായത് 5.15/4.15 എന്ന് പറയുന്നത് 1.24 ആണ്. നമുക്ക് ടേബിളിൽ നിന്നും ആ ടേബിൾ നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ കിട്ടും. ആൽഫ എക്സിന്റെ വാല്യൂ LY/LX 1.2ക്ക് 0.072 ആണ്. LY/LX 1.3ക്ക് 0.079 ആണ്. നമുക്ക് വേണ്ടത് അതിന്റെ രണ്ടിനും ഇടയിലുള്ള 1.24 എന്നുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. സെയിം കേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ ആൽഫ എക്സിന്റെ വാല്യൂ 0.0748 എന്ന് കിട്ടും. ആൽഫ വൈയുടെ വാല്യൂ LY/LXന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ടേബിൾ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ റെഫർ ചെയ്യുക. പേജ് 91, പേജ് 90 or 91, ടേബിൾ 26. ആൽഫ വൈയുടെ വാല്യൂ ഏത് LY/LXനും ആൽഫ വൈയുടെ വാല്യൂ സെയിം ആണ്. ഓരോ എഡ്ജ് കണ്ടീഷൻസിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ വാല്യൂ ആൽഫ വൈയുടെ വാല്യൂ 0.056 and alpha x the value 0.0748. അപ്പൊ മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മിഡിൽ സ്ട്രിപ്പിന്റെ മൊമെന്റ് ആണ്. നമ്മൾ എഡ്ജ് സ്ട്രിപ്പ്, മിഡിൽ സ്ട്രിപ്പ്, എൻഡ് സ്ട്രിപ്സ് അല്ലെങ്കിൽ എഡ്ജ് സ്ട്രിപ്സ്, മിഡിൽ സ്ട്രിപ്സ് ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ മിഡിൽ സ്ട്രിപ്പിലുള്ള മാക്സിമം മൊമെന്റ് വാല്യൂ ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഈ കോഎഫിഷ്യന്റ് പുട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. അങ്ങനെ നമുക്ക് മാക്സിമം മൊമെന്റ് കിട്ടുന്നത് 18.11 along shorter direction and 13.56 along longer direction. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐഎസ് കോഡിൽ രണ്ടിലും ആൽഫ എക്സിന്റെയും ആൽഫ വൈയുടെയും വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. LX തന്നെയാണ് മാക്സിമം മൊമെന്റ് അറ്റ് MYയിലും മൊമെന്റ് അറ്റ് ലോങ്ങർ സ്പാനിലും ലെങ്ത് എടുക്കുന്നത് LX തന്നെയാണ്. ഇക്വേഷനിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് വാല്യൂ. ഷിയർ ഫോഴ്സ് വാല്യൂ നമ്മുടെ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വരുന്നത്. ഏത് കേസിലും സ്ലാബ്സിന്റെ ഏത് കേസിലും ഷോർട്ടർ സ്പാനിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WLX/3 ആണ്. 1/3 ഓഫ് W ഇൻറ്റു LX. അതാണ് ഷോർട്ടർ സ്പാനിൽ. ലോങ്ങർ സ്പാനിന്റെ ഇക്വേഷൻ ഒരു കുറച്ചുകൂടി വലിയൊരു ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. W/2 ഇൻറ്റു R/1+R എന്നൊക്കെ പറയുന്ന R എന്നുള്ള ടേം ഒക്കെ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അതിന്റെ മാക്സിമം വാല്യൂ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഹാഫ് WLY/2 ആണ് അതിന്റെ മാക്സിമം വാല്യൂ. അപ്പൊ നമുക്ക് ആ രീതിയിൽ എടുത്താൽ മതി. മാക്സിമം ഷിയർ ഫോഴ്സ് അലോങ് ലോങ്ങർ സ്പാൻ എന്ന് പറയുന്നത് W ഇൻറ്റു LY/2. രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഷോർട്ടർ സ്പാനിന്റെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 19.45 ആണ്. ലോങ്ങർ സ്പാനിന്റെ ആണെങ്കിൽ 36.2 ആണ്. ഇനി നമുക്ക് ഇത് ഏരിയ ഓഫ് സ്റ്റീൽ ആണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിങ്ങൾക്കറിയാം മിഡിൽ സ്ട്രിപ്പ്, എഡ്ജ് സ്ട്രിപ്പ്, ഈ എല്ലാ സ്ട്രിപ്പിന്റെയും ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതി കണ്ടുപിടിച്ച് വെക്കണം. കാരണം നമ്മൾ ഡിസൈൻ റിസൾട്ട് എഴുതുമ്പോൾ ഇത്ര സ്ട്രിപ്പിൽ, ഇത്ര ലെങ്ത്തിൽ, ഇത്ര വിഡ്ത്തിൽ ഇന്ന ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് എഴുതണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ സ്ട്രിപ്പിന്റെയും വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് നോക്കാം. വിഡ്ത്ത് ഓഫ് മിഡിൽ സ്ട്രിപ്പ് അലോങ് ഷോർട്ടർ സ്പാൻ. ഷോർട്ടർ സ്പാന്റെ വിഡ്ത്ത് എത്രയാണ്? 3/4. ഷോർട്ടർ സ്പാന്റെ മിഡിൽ സ്ട്രിപ്പ് അല്ലെ, 3/4 ഇൻറ്റു LX. 3/4 ഇൻറ്റു 4 ദാറ്റ് വിൽ ബി 3 മീറ്റർ. 3 മീറ്റർ ആണ് ഷോർട്ടർ സ്പാന്, 3 മീറ്റർ ആണ് ഈ വാല്യൂ. ഇനി ഷോർട്ടർ സ്പാനിൽ തന്നെ എഡ്ജ് സ്ട്രിപ്പിന്റെ വാല്യൂ എത്ര വരും? L/8, 4/8, ഇറ്റ് വിൽ ബി 0.5 മീറ്റർ. അപ്പൊ ഷോർട്ടർ ഡയറക്ഷനിലുള്ള മിഡിൽ സ്ട്രിപ്പിന്റെയും എഡ്ജ് സ്ട്രിപ്പിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതേ സെയിം കേസ് തന്നെ ലോങ്ങർ സ്പാൻ 3/4 ഇൻറ്റു 5 ഇറ്റ് വിൽ ബി 3.75 മീറ്റർ. 3.575 മീറ്റർ ആണ് ലോങ്ങർ സ്പാനിലെ മിഡിൽ സ്ട്രിപ്പിന്റെ ലെങ്ത്. ഇനി എഡ്ജ് സ്ട്രിപ്പിന്റെ ആ വാല്യൂ വരുന്നത് 0.625 മീറ്റർ ആണ്. ഇത് മസ്റ്റ് ആണ്, കാരണം ഈ വാല്യൂ നമ്മൾ സ്പെസിഫൈ ആയിട്ട് ഡിസൈൻ റിസൾട്ടിൽ എഴുതും. നമുക്കത് വഴിയെ കാണാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡെപ്ത്. അതായത് നമ്മൾ ചെക്ക് വെദർ സെക്ഷൻ ഈസ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ഓർ റെയിൻഫോഴ്സ്ഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെക്ക് ഫോർ ഡെപ്ത് കൂടെ ചെയ്യാറുണ്ട്. MU ലിമിറ്റ് എന്ന് പറയുന്നത് 0.36 FCK XU max by D 1 minus 0.426 XU max by D BD square. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ
18.11 ആണ് ഷോർട്ടർ സ്പാനിലെ മാക്സിമം മിനിമം മിഡിൽ സ്ട്രിപ്പ്. 18.11 into 10⁶ എന്ന് പറയുന്ന വാല്യൂ പുട്ട് ചെയ്യുന്നു. FCK 20 ആണ്. XU max by D Fe415 സ്റ്റീൽ ആയതുകൊണ്ട് 0.48 and you will get the value by solving this equation. You will get the value D equal to 81.16. ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്ററിന്റെ യൂസ്. ഒരാൾ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് FX991 എന്ന് പറയുന്ന കാസിയോയുടെ കാൽക്കുലേറ്ററിൽ ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സോൾവ് അടിച്ചു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. അതിനും കുറഞ്ഞ മോഡലുകളാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ax² + bx + c = 0 എന്ന് പറയുന്ന ടേമിലോട്ട് എഴുതിയതിനു ശേഷം അതിൽ എയും ബിയും സിയും പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടുന്ന രീതിയിലാണ് പഴയ മോഡൽ. ഇതിന്റെ കുറച്ച് താഴ്ന്ന മോഡലുകളിൽ വരുന്നത്. FX991 എന്ന് പറയുന്ന ES+ എന്ന് പറയുന്ന കാസിയോയുടെ കാൽക്കുലേറ്ററിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന്റെ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിയുടെ വാല്യൂ 81.16 ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് 150 ആണ്. അതുകൊണ്ട് അസ്യൂംഡ് ഡെപ്ത് ഈസ് ഓക്കെ. ഇനി വെദർ ഓവർ റീൻഫോഴ്സ്ഡ് ആണോ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ നോക്കാം. അങ്ങനെയാകുമ്പോൾ നേരത്തെ സ്റ്റെപ്പുകൾ തന്നെ MU ലിമിറ്റ് കണ്ടുപിടിക്കുക. നമ്മുടെ മാക്സിമം മിനിമം അകത്താണോ നോക്കുക. MU ലിമിറ്റ് എന്ന് പറയുന്നത് 61.86 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം മിനിമം 18.11 ആണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈനുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനി ഏരിയ ഓഫ് സ്റ്റീൽ. ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മിഡിൽ സ്ട്രിപ്പ് എഡ്ജ് സ്ട്രിപ്പ് സെപ്പറേറ്റ് തന്നെ കണ്ടുപിടിക്കണം. മാത്രമല്ല ഇറ്റ് ഈസ് 2-way സ്ലാബ്. സോ രണ്ട് സ്പാനിലും രണ്ട് ഡയറക്ഷനിലും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത് മാത്രമാണ് ഇതിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, ഇനി ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഷോർട്ടർ സ്പാനുകളിലാണ്. ഇൻ മിഡിൽ സ്ട്രിപ്പ് ഓഫ് ഷോർട്ടർ സ്പാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. MU = 0.87 FI/AST D × 1 - FI/AST BD FCK. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ വാല്യൂ M20യുടേത് ഷോർട്ടർ ആക്കിയിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം കേട്ടോ. കാരണം M20 Fe415 ആണെങ്കിൽ ഡിയുടെ വാല്യൂ മാത്രം വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. FIന്റെ വാല്യൂ കൊടുത്ത് കുറച്ചുകൂടി ഷോർട്ടർ ആക്കിയുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. 18.11 × 10⁶ എന്ന് പറയുന്നത് നമ്മുടെ MU അലോങ് ഷോർട്ടർ സ്പാൻ. ഷോർട്ടർ സ്പാനിലെ മിഡിൽ സ്ട്രിപ്പ് മൊമെന്റ് ആണ് 18.11. 0.87 × 415 × AST 150 × 1 - 415 AST by 1000 × 150 × 20. 1000 എന്താണ്, 1 മീറ്റർ വിഡ്ത്തുള്ള ബീമായിട്ടാണ് നമ്മൾ സ്ലാബിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബീമിന്റെ വിഡ്ത്താണ് 1000 mm, അതായത് 1 മീറ്റർ. 150 is the small effective depth of the slab and 20 is the characteristic compressive strength of the concrete, M20. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന AST എന്ന് പറയുന്നത് 351.48 ആണ്. നമ്മളത് റൗണ്ട് ചെയ്യുന്നു 360. റൗണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 355 റൗണ്ട് ചെയ്യാം. നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമാകാൻ വേണ്ടി 360 റൗണ്ട് ചെയ്യുന്നു. 360 mm² ആണ് നമ്മൾ AST നമുക്ക് റിക്വയർഡ് അറ്റ് മിഡിൽ സ്ട്രിപ്പ് ഓഫ് ഷോർട്ട് സ്പാൻ. ഓക്കെ, നമ്മൾ 10 mm ഡയാബാർസ് അസ്യൂം ചെയ്യുന്നു. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. 360 by pi/4 × 10². യു വിൽ ഗെറ്റ് 4.584 ബാർസ്. നമ്പർ ഓഫ് ബാർസ് കിട്ടുന്നു. സ്പേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് 1 മീറ്റർ വിഡ്ത്തിന് ഡിവൈഡ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് സ്പേസിംഗ് ആസ് 200 mm. 200 mm. So provide 10 mm bars at 200 mm. Spacing allows shorter span in middle strip. Middle stripലാണ് 10 mm diabars at 200 mm spacing. ഇനി ലോങ്ങർ സ്പാനിന്റെ മിഡിൽ സ്ട്രിപ്പ്. അവിടെ ആകെ എന്താണ് മാറ്റം വരുന്നത്? MUയുടെ വാല്യൂ മാറി. കാരണം ലോങ്ങർ സ്പാൻ MUയുടെ വാല്യൂ 13.56 ആണ്. ഈ ഒരു മാറ്റം മാത്രമേ ഇക്വേഷനിലുള്ളൂ. അപ്പോൾ നമുക്ക് AST കിട്ടുന്നത് 260 mm² ആണ്.
നമുക്ക് സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. 265/4 into 10 square. You will get spacing as 302.08 mm. 302.08 mm ആവുമ്പോൾ 300 റൗണ്ട് ചെയ്യാം. കാരണം മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്ന മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 300 mm കൂടാൻ പാടില്ല എന്നുള്ള ക്ലോസ് ഉള്ളത് കൊണ്ട് തന്നെ 300 മുകളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്പേസിംഗ് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ മുകളിലുള്ള വാല്യൂ പുട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ചെക്കിൽ വീണ്ടും അത് ഫെയിൽ ആവും. മാക്സിമം സ്പേസിംഗിന്റെ ചെക്കിൽ ഫെയിൽ ആവും. ഇവിടെ രണ്ടും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ട്, രണ്ട് ഡയറക്ഷനിലും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ട് 300 mm കൂടാൻ പാടില്ല എന്ന് IS കോഡ് പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ വൺ വേ സ്ലാബിന്റെ കേസിൽ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 450 mm വരെ പോകാം. 5D or 450 mm. നിങ്ങൾക്ക് ആ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്തതാണ്. ഓക്കെ. So provide 10 mm dia bars at 300 mm spacing along longer span in the middle strip portion. Okay. ഇനി എഡ്ജ് സ്ട്രിപ്പ്. എഡ്ജ് സ്ട്രിപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് പേജ് 90 അനക്സ് D 1.7. ഞാൻ ഇതിന്റെ കൂടെ IS കോഡ് കാണിക്കുന്നില്ല, റെക്കോർഡിങ്ങിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് റെഫർ ചെയ്യണം. ഓരോ പേജ് നമ്പർ, ക്ലോസ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. As per IS 456 പേജ് 90 അനക്സ് D 1.7. അനക്സ് D എന്ന് പറയുന്ന പോർഷനിലാണ് ടു വേ സ്ലാബ്സിന്റെ ഡിസൈനിന്റെ കോഎഫിഷ്യൻസ് എല്ലാം വരുന്നത്. അതിൽ 1.7 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വി ഹാവ് ടു പ്രൊവൈഡ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് എഡ്ജ് സ്ട്രിപ്പ്. ഈ എഡ്ജ് സ്ട്രിപ്പിൽ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് IS കോഡ് പറയുന്നത്. മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ നമുക്കറിയാം. HYSD ബാർ, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് യൂസ് ചെയ്യുമ്പോൾ 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയയും, മൈൽഡ് സ്റ്റീൽ ബാർസ് ആണെങ്കിൽ എത്രയാണ്? 0.15% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. നമുക്ക് FE 415 ആയത് കാരണം, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാറുകൾ ആയത് കാരണം, FE 415 എന്ന് പറയുന്നത് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാറുകളാണ്. അതുകൊണ്ട് AST will be minimum AST will be 0.12% of BD. അങ്ങനെ 12% of BD calculate ചെയ്യുമ്പോൾ you will get AST as 210 mm square. 210 mm square. നമുക്ക് സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. അസ്യൂമിംഗ് 10 mm dia bars, number of bars will be 2.6738. and spacing will get as 300 mm. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, 374 ഒക്കെ സ്പേസിംഗ് വരുമ്പോൾ 300 പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. എഡ്ജ് സ്ട്രിപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 300 mm തന്നെയാണ്. Provide 10 mm dia bars at 300 mm spacing at edge strips. Okay. ഇനി ടു വേ സ്ലാബ്സിന്റെ കോർണേഴ്സ് ഹെൽഡ് ഡൗൺ, റിസ്ട്രെയിൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് IS കോഡ് പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതിന്റെ കുറച്ച് കേസുകളാണ് എങ്ങനെയാണ് ഈ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ IS കോഡിലെ സെയിം പേജ്, സെയിം ക്ലോസിന്റെ താഴെ തന്നെ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ആണ്. അതിലെ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം കണ്ടതിന് ശേഷം ആ പോർഷൻസ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് 2 ലെയർ ആയിട്ട് ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്ത മിഡിൽ സ്റ്റെപ്പിലൊക്കെ ബോട്ടത്തിൽ മാത്രമേ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളൂ. അറിയാലോ, ബോട്ടത്തിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, സപ്പോർട്ടിൽ മാത്രമേ ടോപ്പിലും കൂടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, കർട്ടൈൽ ചെയ്തിട്ട്. ഇനി ഇവിടെ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് കോർണേഴ്സ് എന്ന് പറയുന്നത് 2 ലെയർ ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ബോട്ടം ആൻഡ് ടോപ്പ്. ഇനി ഓരോ ലെയറിലും 2 ഡയറക്ഷനിലോട്ടും, ബോത്ത് ഡയറക്ഷനിലോട്ട് റീഇൻഫോഴ്സ്മെന്റുകൾ വേണം. ഒരു ലെയർ തന്നെ മെഷ് ഉണ്ടാവും. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഐറ്റം, നെറ്റ് അല്ലേ? ഇങ്ങനെ ഒരു ലെയർ തന്നെ ഇങ്ങനെ ഉണ്ടാവും. ടോപ്പ് ഇതേപോലെ തന്നെ, ഇതിപ്പോ ബോട്ട് ആണെങ്കിൽ ഇതേപോലെ തന്നെ ടോപ്പിലും ഉണ്ടാവും. ഓക്കെ. ഇനി
ഇതിൽ എത്രത്തോളം ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിന് ക്ലോസിൽ അതിൽ IS കോഡിൽ പറയുന്നുണ്ട്. ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഇൻ ഈച്ച് ഓഫ് ദിസ് 4 layers. ഓരോ 4 ലെയറിലും. കാരണം ഒരു ലെയർ തന്നെ എത്ര പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 4 ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബോട്ടത്തിൽ 2, ടോപ്പിൽ 2. അപ്പൊ ഒരു ലെയർ തന്നെ എത്ര വേണം എന്ന് പറയുന്നുണ്ട്. അതിന് 3 കേസുകൾ പറയുന്നുണ്ട്. ഒരു കോർണറിലെ 2 എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂറ്റി ഇല്ല. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2 എഡ്ജും ഇതിന്റെ അപ്പുറത്ത് സ്ലാബ് ഇല്ല എങ്കിൽ മിഡിൽ സ്ട്രിപ്പിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ 3/4 75% ഏരിയ ഓഫ് സ്റ്റീൽ എന്ത് ചെയ്യണം? ഒരു ലെയറിൽ ഇവിടെ കൊടുക്കണം, ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്. ഇവിടെ മിഡിൽ സ്ട്രിപ്പ് RC എന്ന് ഞാൻ ഇവിടെ ഷോർട്ട് ആക്കാൻ വേണ്ടി എഴുതിയാണ്. നിങ്ങളുടെ എക്സാം പേപ്പറിലൊന്നും ഈ ഒരു ഷോർട്ട് ഉപയോഗിക്കരുത്. RC എന്നുള്ള റീഇൻഫോഴ്സ്മെന്റ് എന്ന് തന്നെ എഴുതണം. കാരണം അത് അത്ര ജനറൽ ആയിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന ഷോർട്ട് അല്ല. ഞാൻ ഇവിടെ കൊള്ളാത്തതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയാണ്. നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ അത് റീഇൻഫോഴ്സ്മെന്റ് തന്നെ എഴുതിക്കോളൂ. 2 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആവുമ്പോൾ, അതായത് ഈ 2 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസുകളിൽ മിഡിൽ സ്ട്രിപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ 3/4 75% ഏരിയ ഓഫ് സ്റ്റീൽ ഒരു ലെയറിൽ കൊടുക്കണം. ഇനി 1 എഡ്ജ് കണ്ടിന്യൂസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു എഡ്ജ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ ഈ കൊടുത്ത കേസ് ഉണ്ടല്ലോ, അതിന്റെ പകുതി, ഹാഫ് ഓഫ് ദ ഫസ്റ്റ് കേസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ലെയറിൽ. അതായത് 3/4 പകുതി. അപ്പൊ 3/8 വരും. 3/8 ഓഫ് ദി മിഡിൽ സ്ട്രിപ്പ് ഓഫ് RC ആണ് 1 എഡ്ജ് കണ്ടിന്യൂസ് ആണെങ്കിൽ കൊടുക്കേണ്ടത്. ഇനി ബോത്ത് എഡ്ജ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലാബ് ആണെന്ന് ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. സിംപ്ലി സപ്പോർട്ടഡ് റീസ്ട്രെയിൻ സ്ലാബ്സിന് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമുള്ളൂ. ഇത് വലിയൊരു പാരഗ്രാഫ് പോലെ IS കോഡിൽ കൊടുത്ത പോർഷൻസ് ആണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് ഇത് കണ്ടതിന് ശേഷം അതൊന്ന് റീഡ് ചെയ്യാം. നമുക്കിവിടെ ആകെ ഒരു സ്ലാബേ ഉള്ളൂ അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് കോർണറിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പുറത്ത് പുറത്തോട്ട് ഒരു സ്ലാബ് ഒന്നുമില്ല. നമ്മുടെ കേസ് ഫസ്റ്റ് ആണ്. അപ്പോൾ ടോർഷണൽ സ്റ്റീൽ റിക്വയർഡ് എന്ന് പറയുന്നത് 3/4 ഓഫ് 360. 360 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടർ ഡയറക്ഷനിലുള്ള മിഡിൽ സ്ട്രിപ്പിലുള്ള മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. അതിന്റെ 3/4 അത് 270 mm² വരും. നമുക്ക് സെയിം തന്നെ നമ്പർ ഓഫ് ബാർസ് കണ്ടു 10 mm ബാർസ് അസ്യൂം ചെയ്യുന്നു. നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് സ്പേസിംഗ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 10 mm dia bars at 280 mm center to center on top and bottom at a distance of 0.8 meter from the corner on both the direction. ഈ 0.8 meter എന്ന് പറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ഇത് IS കോഡിൽ പറയുന്നുണ്ട് ഈ ഒരു ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. കോർണറിൽ എത്ര ദൂരത്തിൽ എത്ര ലെങ്ത്തിൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓരോ കോർണറിലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഇതുപോലെ, ഇവിടെ ഉണ്ടാവും ഇതുപോലെ, ഇവിടെ ഉണ്ടാവും ഇതുപോലെ. ഇനി ഇത് എത്ര ലെങ്ത്തിൽ, ഇതുപോലെ കേട്ടോ, ഇതുപോലെ മെഷ് എത്ര ലെങ്ത്തിൽ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് കോഡ് പറയുന്നുണ്ട്. ഷോർട്ടർ സ്പാനിന്റെ ആ കോർണറിൽ വരുന്ന ഷോർട്ടർ ഡയമെൻഷൻ എങ്ങോട്ടാണോ അതിന്റെ 1/5 ലെങ്ത്തിൽ ഇത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോ ഇവിടെ ഇപ്പൊ ഈ ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് ഷോർട്ടർ, ഇത് 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. 1/5 എന്ന് പറയുമ്പോൾ 1 മീറ്റർ. 1 മീറ്റർ ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യണം, 1 മീറ്റർ ഇങ്ങോട്ടും വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് കോർണറിൽ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ കോർണറിലും 1/1 മെഷ് എല്ലാ കോർണറിലും പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ പ്രൊവൈഡ് വരുന്നത്. അതുകൊണ്ട് ഈ 0.8 മീറ്റർ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നമ്മുടെ ഷോർട്ടർ ഡയമെൻഷൻ എന്താണ്? 4 ആണ്. 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8. അപ്പൊ 0.8 മീറ്റർ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടും 0.8 മീറ്റർ ഇങ്ങോട്ടും വരുന്ന രീതിയിൽ ഒരു 0.8/0.8ന്റെ ഒരു മെഷ് ആണ് ഇവിടെ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ്. 2 സ്ലാബ്സിന്റെ റീസ്ട്രെയിൻഡ് സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ വരുന്ന ഒരു എക്സ്ട്രാ കേസ് ആണ് ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ 2 സ്ലാബ്സ് ആണെങ്കിൽ എക്സാമിനർ ചെക്ക് ചെയ്യുക ഈ സ്റ്റെപ്പുകളുണ്ടോ, അതിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇത് വിട്ടുപോകരുത്, ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് കോർണേഴ്സ്.
ഇനി മാക്സിമം സ്പേസിങ്ങിന്റെ ചെക്കുകൾ നമുക്കറിയാം. ഇവിടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ടെല്ലാം 450 mm ഓർ 300 3D ഓർ 300 mm ആണ്. 3D എന്ന് പറയുന്നത് 450 300 mm പറയുന്ന അതിൽ മാക്സിമം എന്ന് പറയുന്ന വാല്യൂ 300 mm ആണ്. അതുകൊണ്ട് 300 mm കൂടുതലായിട്ടുള്ള ഒരു സ്പേസിംഗ് നമ്മൾ എവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ഫോർ സ്പേസിംഗ് ഈസ് ഓക്കെ. ഇനി നമുക്ക് ഡിസൈൻ റിസൾട്ടുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഡെപ്ത് ഓഫ് സ്ലാബ് 175 mm. ഇനി ഫസ്റ്റ് ഷോർട്ടർ ഡയറക്ഷനിലെ മിഡിൽ സ്ട്രിപ്പിൽ പ്രൊവൈഡ് 10 mm diabars at 200 mm center to center along shorter direction in middle strip of width 3 meter. ഇതിനാണ് ഞാൻ width കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അവിടെ ഓഫ് width 3 meter എന്ന് തന്നെ ഇൻ മിഡിൽ സ്ട്രിപ്പ് എന്ന് മാത്രം എഴുതി പോകരുത്, അതിന്റെ വാല്യൂ കൂടി സ്പെസിഫൈ ആയിട്ട് എഴുതണം. പ്രൊവൈഡ് 10 mm diabars at 200 mm center to center along shorter direction in middle strip of width 3 meter. അതാണ് ഷോർട്ടർ ഡയറക്ഷനിലെ മിഡിൽ സ്ട്രിപ്പ്. ഇനി ലോങ്ങർ ഡയറക്ഷനിൽ നമുക്കറിയാം സെയിം തന്നെയാണ്, സ്പേസിംഗ് മാറി, മിഡിൽ സ്ട്രിപ്പിന്റെ വിടുത്തും മാറി, 3.75 മീറ്റർ. ഇതെല്ലാം വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ് ഡിസൈൻ റിസൾട്ട് ആയിട്ട് എഴുതുന്നത് മാത്രം. ഇനി എഡ്ജ് സ്ട്രിപ്പുകളുടെ വാല്യൂ 10 mm diabars at 300 mm center cylinder along edge strip of width 0.625 meter along longer direction and 0.5 meter along shorter direction. രണ്ടിലും ബാർസും സ്പേസിംഗും സെയിം ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എഴുതി. ഇനി ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് 10 mm diabars at 280 mm center to center on top and bottom at a distance of 0.8 meter from the corner on both the direction as torsional reinforcement. കോർണറിൽ നിന്നും രണ്ട് ഡയറക്ഷനിലോട്ടും 0.8 മീറ്റർ ഡിസ്റ്റൻസിൽ ടോപ്പിലും ബോട്ടത്തിലും 10 mm diabars 280 mm center to center സ്പേസിംഗുള്ള മെഷുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്.
ഇനി നമുക്ക് വരുന്ന ഡിസൈൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞു. നമുക്ക് വരുന്നത് ചെക്കുകളാണ്. ചെക്കുകൾ ചെയ്യുന്നതിന് മുന്നേ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ സ്റ്റെപ്പുകളൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് അടുത്ത ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടുപിടിച്ചാലും മതി. നമ്മളത് എഴുതുന്നത് മാത്രം. കാരണം ചെക്ക് ഫോർ ഷിയറിലാണ് ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ, സോറി, ചെക്ക് ഫോർ ഡിഫ്ലക്ഷനിലാണ് വരുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് വരുന്നത്. അവിടെ മിഡിൽ സ്ട്രിപ്പിലുള്ള വാല്യൂ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് മിഡിൽ സ്ട്രിപ്പിലുള്ള ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താലും മതി. പക്ഷേ സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി എല്ലാം ഉൾപ്പെടുത്തുന്നത് മാത്രം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അത് ഇത്തരം ടൈം കളയരുത്. ഇതിലൊന്നും അധികം ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ഈസ് മിഡിൽ സ്ട്രിപ്പ് ഓഫ് ഷോർട്ട് സ്പാൻ എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മീറ്റർ വിഡ്ത്തിനെ സ്പേസിംഗ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഏരിയ ഓഫ് 1 ബാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മിഡിൽ സ്ട്രിപ്പ് ഓഫ് ഷോർട്ട് സ്പാനിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ 392.70 mm². Middle strip of longer span we will get the value 261.8, and at edge strips we will get the value 261.8, and at the as torsional reinforcement we will get the value, we provided value of steel area, we will get it as 280.50 mm². AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST provided, AST required എന്നൊക്കെ പറയുന്നുണ്ട്. AST എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ. ഓക്കെ, കാരണം സ്ലാബ് ഈസ് എ ഫ്ലെക്സുറൽ മെമ്പർ. ഫ്ലെക്സുറൽ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ സ്റ്റീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറിയാം എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂള് വരുന്നത് കോളമാണ്. അവിടെ നമ്മൾ ASC എന്നുള്ള ടേമാണ്, ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. കോളം ഈസ് എ കംപ്രഷൻ മെമ്പർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. നമുക്ക് അടുത്ത മൊഡ്യൂള് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ മൊഡ്യൂളിലുള്ള കുറച്ച് പോർഷൻസ്, കാൻഡിലീവർ ആൻഡ് സൺഷെയ്ഡ്, കാൻഡിലീവർ വൺ വേ സ്ലാബും സൺഷെയ്ഡ് ഡിസൈനും നമുക്ക് പിന്നീട് എടുക്കാം. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ അടുത്ത മൊഡ്യൂളിലോട്ട് കിടക്കും. ഓക്കെ, ഇനി നമുക്ക് ചെക്കിലോട്ട് കടക്കാം. ഇനി നമുക്ക് ചെക്ക് ഫോർ ഷിയർ ആണ്. ചെക്ക് ഫോർ ഷിയർ നമ്മൾക്ക് അറിയാം, 2 വേ സ്ലാബ്സിന്റെ കേസിൽ ചെയ്യുമ്പോൾ ലോങ്ങർ സ്പാനിലും ഷോർട്ടർ സ്പാനിലും സെപ്പറേറ്റ് ചെക്ക് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ 2 ടാസ്കുകൾ തരുന്നുണ്ട്. അതിലൊന്ന് ചെക്ക് ഫോർ ഷിയർ അലോങ് ലോങ്ങർ സ്പാനിന്റെ സ്റ്റെപ്സുകൾ എഴുതി അതിന് ചെക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ്. രണ്ടാമത്തെ ടാസ്ക് ഞാൻ അവസാനം പറയാം. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ടർ സ്പാനിൽ ചെക്ക് ഷിയറിന്റെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം മാക്സിമം ഷിയർ ഫോഴ്സ് എല്ലാം ഷോർട്ടർ സ്പാൻ ഈസ് 19.45. അതിന്റെ വാല്യൂ കിട്ടിയത് എങ്ങനെയാണ്? 1/3 × W Lx. You will get the nominal shear stress as tau V equal to Vu/Bd. 19.45 × 1000/1000 × 150. You will get the value as 0.13. നമുക്കറിയാം ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് tau C × K ആണ്. tau C യുടെ വാല്യൂ ടേബിൾ 90 നിന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ടേബിൾ 90 നിന്ന് വാല്യൂ കിട്ടണമെങ്കിൽ 100-D/BD വേണം. ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 100-D/BD AST എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ അറ്റ് സപ്പോർട്ട് ആണ്. അതെന്ന് പറയുന്നത് എഡ്ജ് സ്ട്രിപ്പുകളാണ്. എഡ്ജ് സ്ട്രിപ്പിൽ വരുന്ന ഏരിയ ഓഫ് സ്റ്റീൽ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അങ്ങനെ യു വിൽ ഗെറ്റ് ദ വാല്യൂ 0.174 as 100-D/BD. 0.174 100-D/BD ക്കും M20 ഗ്രേഡ് കോൺക്രീറ്റിനും value of tau C by interpolation you will get as 0.299. കാരണം 0.15 നും 0.25 ആണ് ടേബിളിൽ വാല്യൂ ഉള്ളത്. ഇനി K യുടെ വാല്യൂ ടേബിളിൽ 175 mm ഡെപ്ത് സ്ലാബിന് ഡയറക്റ്റ് വാല്യൂ ഉണ്ട് 1.25. അങ്ങനെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.299 ആണ് × 1.25. you will get as 0.374. അത് 0.13നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് ചെക്ക് ഫോർ ഷിയർ ഡിസൈൻ സ്ട്രെങ്ത് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നതിനേക്കാളും കൂടുതലായതുകൊണ്ട് ഷിയർ റീൻഫോഴ്സ്മെന്റുകളൊന്നും ആവശ്യമില്ല. ചെക്ക് ഫോർ ഷിയർ ഈസ് ഓക്കെ. അപ്പോൾ ലോങ്ങർ സ്പാനിലുള്ള ചെക്ക് നിങ്ങൾ ടാസ്ക് ആയിട്ട് എഴുതുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ടാസ്ക് ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് തരാം. അത് അറ്റാച്ച് ചെയ്യണം. അതിൽ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നില്ല. ക്ലാസ്സിന്റെ നോട്ടിന്റെ കൂട്ടത്തിൽ അതും കൂടെ സ്റ്റെപ്പായിട്ട് വെക്കണം.
ഇനി ഏതെങ്കിലും അസൈൻമെന്റുകൾ വെക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് നോട്ട് സബ്മിറ്റ് ചെയ്യണം. ആ നോട്ട് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ സ്റ്റെപ്പും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. ചെക്ക് ഫോർ ഷിയർ അലോങ് ലോങ്ങർ ഡയറക്ഷൻ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസൈൻമെന്റ് വെക്കാത്ത കുട്ടികൾക്ക് അസൈൻമെന്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ. ഇനി ഡിഫ്ലക്ഷന്റെ ചെക്ക് നമുക്കറിയാം. എൽ ബൈ ഡി മാക്സിമം ഈക്വൽ ടു എൽ ബൈ ഡി ബേസിക് ഇൻറ്റു കെ ടി കെ സി കെ എഫ്. ഇവിടെ 28 ആണ്. സ്ലൈഡിൽ നോക്കണ്ട. നമുക്കറിയാം എൽ ബൈ ഡി ബൈ 6 കെ ടി മോഡിഫിക്കേഷൻ ഫാക്ടറുകളുടെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഗ്രാഫ് റെഫർ ചെയ്യണം. ഈ വാല്യൂകളൊക്കെ അറിയാവുന്ന രീതിയിൽ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ഇവിടെയും എസ് ടി പ്രൊവൈഡഡ് ബൈ എസ് ടി റിക്വയർഡ് വേണം. ഇവിടെ എസ് ടി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ആയതുകൊണ്ട് മിഡിൽ സ്ട്രിപ്പിലുള്ള മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ, മാക്സിമം മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ ഓഫ് സ്റ്റീലിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ you will get the value 100 ST by BD as 0.2618 and FS 0.58 into FI by S into AST required by AST provided. അങ്ങനെ വാല്യൂ കിട്ടുന്ന 0.58 into 415 into 360 by 392.7. You will get the value FS 220. അങ്ങനെ FS 220ക്കും മോഡിഫിക്കേഷൻ ഫാക്ടർ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് 0.261 കറസ്പോണ്ടിങ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.8 എന്നുള്ള വാല്യൂ ആണ് കെ ടിക്ക് കിട്ടുക. കെ സിയും കെ എഫും ആണ് വരിക. അപ്പോൾ എൽ ബൈ ഡി മാക്സിമം എന്ന് പറയുന്നത് 28 into 1.8 യു വിൽ ഗെറ്റ് ആസ് 550.4. ഇനി എൽ ബൈ ഡി പ്രൊവൈഡഡ്, ഇവിടെ നമ്മൾ കേസ് ചെയ്യുന്ന ഷോർട്ടർ ഡയറക്ഷനിലും ലോങ്ങർ ഡയറക്ഷനിലും എൽ ബൈ ഡി പ്രൊവൈഡ് ചെക്ക് ചെയ്യണം. പ്രൊവൈഡ് ചെയ്തത് 4/0.15ഉം 5/0.15ഉം. ഇവിടെ നമുക്ക് എഫക്റ്റീവ് സ്പാന് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എഫക്റ്റീവ് സ്പാനാണ് ആക്ച്വലി ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാമിൽ 4ഉം 5ഉം എഴുതിയാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. the value 26.7, 67 and 33.33. എൽ ബൈ ഡി പ്രൊവൈഡഡ് എന്ന് പറയുന്നത് എൽ ബൈ ഡി മാക്സിമത്തിനേക്കാളും കുറവായതുകൊണ്ട് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഈസ് ഓക്കെ. ഇനി ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്ക്. നിങ്ങൾക്കറിയാം ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ 0.87 FI 5/4 tau BD will get the value as 470.12. ഇവിടെ 1.2 ചെക്ക് ചെയ്യണം. M20 ഗ്രേഡിന് ടോബിയുടെ വാല്യൂ 1.2 ആണ്. ഇത് 1.2 ആണ്. ഒരു പോയിന്റ് ഇല്ല കേട്ടോ. 1.2 ആണ് ടോബിയുടെ വാല്യൂ. M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോബിയുടെ വാല്യൂ 1.2 ആണ്. 1.6 വന്നത് എന്തുകൊണ്ടാണ്? ചോയ്സ് ഡി ബാർ ആവുമ്പോൾ 60% ടോബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എൽ ഡിയുടെ വാല്യൂ വിൽ ഗെറ്റ് ആസ് 470.12 mm. ഇനി ഇക്വേഷനിലുള്ള M1 എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ്, ലിമിറ്റിംഗ് മൊമെന്റ്. യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ ആസ് 13.66. ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത് ആവുമ്പോൾ നമ്മൾ സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ ആണ് ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഡെവലപ്മെന്റ് ലെങ്ത് എല്ലാം ചെക്ക് ചെയ്യുന്നത് സപ്പോർട്ടിലാണ്. സപ്പോർട്ടിൽ നമ്മൾ എത്ര ബാർ എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? സപ്പോർട്ടിലുള്ള സ്ട്രിപ്പിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ M1 ആസ് 13.66 kN/m. നമുക്കറിയാം മാക്സിമം ഷിയർ ഫോഴ്സ് 36.2 ആണ്. അത് ലോങ്ങർ സ്പാനിലുള്ള അല്ലെ ഡെപ്ത് ചെക്ക് ചെയ്യും, ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്ക് വരുമ്പോൾ മാക്സിമം വരുന്ന ഷിയർ ഫോഴ്സ് തന്നെ എടുക്കുന്നു. അപ്പോൾ വാല്യൂ എത്രയാണ്? 36. അങ്ങനെ നമുക്ക് ഇക്വേഷനിൽ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ L0 ആണ്. L0യുടെ വാല്യൂ നമുക്ക് അറിയാം. ആങ്കറേജ് ബിയോണ്ട് ദ സെന്റർ ഓഫ് സപ്പോർട്ട് പ്ലസ് ഈക്വലന്റ് ആങ്കറേജ് വാല്യൂ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ചെയ്ത ചെക്കുകൾ തന്നെയാണ്. സെന്റർ ഓഫ് സപ്പോർട്ടിൽ നിന്നും എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അത് പിന്നെ ഒരു ഹുക്ക് ഓർ ബെൻഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആങ്കറേജ് വാല്യൂ. നമുക്കറിയാം ഇവിടെ സപ്പോർട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്. അപ്പോൾ 300/2 മൈനസ് 20 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത കവർ. അപ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ L0 ആസ് 210 mm. നമ്മൾ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും പുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.700 മീറ്റർ, അതായത് 700 mm.
it is greater than the LD, development length 470 mm, hence check for development length is okay. ഇത്രയാണ് 2 സ്ലാബ്സിന്റെ ഡിസൈൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ടാസ്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഡ്രോയിങ് ആണ്. ഡീറ്റെയിലിംഗ് ഡ്രോയിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ടാസ്ക് ഉൾപ്പെടുത്തുക, ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുക. ഡിസൈൻ ഡീറ്റെയിലിംഗിൽ ഉൾപ്പെടുത്തേണ്ട 2 സ്ലാബ്സ് ആയത് കാരണം രണ്ട് ഡയറക്ഷനിലും ലോങ്ങർ ആൻഡ് ഷോർട്ടർ ഡയറക്ഷനിലുള്ള ക്രോസ് സെക്ഷൻ കാണിക്കണം. പിന്നെ പ്ലാൻ കാണിക്കുമ്പോൾ 2 സ്ലാബ്സിന്റെ ടോർഷൻ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത് കൊണ്ട് ടോപ്പിലും ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെന്റ് വരുന്നത് കാരണം ടോപ്പിന് ഒരു പ്ലാനും ബോട്ടത്തിന് ഒരു പ്ലാനുമായിട്ട് എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ടാസ്ക്. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിൽ ഉൾപ്പെടുത്തണം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് PDF-കൾ തരുന്നുണ്ട്. നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് PDF-ലുള്ളത് എല്ലാം എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതാൻ മതി. മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കാര്യം, കാരണം നിങ്ങളുടെ കയ്യിൽ PDF ഓൾറെഡി അവൈലബിൾ ആണ്, അത് റെഫർ ചെയ്യാം. എക്സാമിൽ വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. നോട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഈ പറഞ്ഞ രണ്ട് ടാസ്കും PDF-ൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളായതുകൊണ്ട് അത് നോട്ടിൽ നിർബന്ധമായിട്ടും വേണം. അത് മാത്രം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോട്ട് സബ്മിഷന്റെ സമയത്ത് ഇത് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ് വെക്കാത്ത ആളുകൾക്ക് ഇത് അസൈൻമെന്റ് ആയിട്ട് പരിഗണിക്കും. അത് ഓൺ ടൈമിൽ വെച്ചാൽ മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിവ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസുകൾ വളരെ കുറവാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. 1-2 കുട്ടികൾ മാത്രമേ ഡൗട്ട് ചോദിക്കുന്നുള്ളൂ. എക്സാമിന്റെ സ്കോറൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ റീടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി വാട്സാപ്പിൽ അറ്റൻഡൻസിന്റെ ലിങ്ക് വരുന്നതാണ്. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.